മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. കേരള ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് CPM-ന്റെ MLA ആയ PV അൻവർ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ച്, സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ നിയന്ത്രകനെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ്. ഇവിടെ PV അൻവർ എന്ന CPM MLA ആരോപിക്കുന്നത് കേരള പോലീസിൽ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ട്. അവർ സ്വർണ്ണക്കടത്ത് നടത്തുന്നു, കൊലപാതകങ്ങൾ ചെയ്യിക്കുന്നു. അതിന്റെ തലപ്പത്ത് MR അജിത് കുമാറാണ് എന്നുള്ളതാണ്. MR അജിത് കുമാർ നമുക്കറിയാം, ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP എന്നതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയാണ്. ആ ഉദ്യോഗസ്ഥരെതിരെ CPM MLA തന്നെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ, പോലീസിനെ മനസ്സിലാക്കിയിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ താങ്കൾക്ക് വിശ്വാസയോഗ്യമാണോ അത്? യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സമുന്നതരായ നേതാക്കന്മാർക്ക് പോലും, അവരുടെ നിയമസഭാ അംഗങ്ങൾക്ക് പോലും ഇന്നത്തെ പോലീസ് നയത്തെക്കുറിച്ച് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അവരതിനെ ഡിസോൺ ചെയ്യുന്നു, കൈ കഴുകുന്നു. അവർ പറയുന്നത് ദുരൂഹമായ സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നാണ്. ക്രിമിനൽ കേസുകൾ നടക്കുന്നു, കൊള്ള നടക്കുന്നു, കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നു, നാട്ടിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു. ഇതെല്ലാം പോലീസ് ചെയ്താൽ പിന്നെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ വളരെ വളരെ മോശപ്പെട്ട രൂപത്തിലേക്ക് പോവുകയാണ്. ഈ കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏതോ കൂട്ടിൽ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് പോലെ തന്നെയാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വരുന്നില്ല. അവർ സ്വതന്ത്രമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമല്ലേ ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കിട്ടും. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ശ്രീ അൻവർ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. തീർച്ചയായും ഇന്നേ വരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഏറ്റവും മോശം എൻ്റെ സംശയം, ഇങ്ങനെയൊക്കെ നടക്കുമോ? അപ്പോൾ പോലീസിന്റെ തലപ്പത്ത് ഒരാൾ ഇരുന്ന് നിയന്ത്രിച്ച്, പോലീസ് കസ്റ്റംസുമായി ചേർന്ന് സ്വർണം കടത്തുന്ന ആളുകളിൽ നിന്ന് സ്വർണം പൊട്ടിക്കുക, അതിന്റെ ലാഭം പങ്കിട്ടെടുക്കുക, ബുദ്ധിമുട്ടുള്ള ആളുകളെ കൊന്നുകളയുക, പോലീസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ നടക്കുമോ? യഥാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളിലെ കേൾക്കുന്നത്. അതിനോടനുബന്ധമായ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് ഇറക്കുക, പിന്നെ അത് പൊട്ടിച്ചെടുക്കുക, അതിനകത്തുനിന്ന് സ്വർണം കൊണ്ടുപോകുക, അവർക്കെതിരെ കേസില്ലാതെ വരിക, ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ക്രിമിനൽ ആക്ടിവിറ്റി നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ. ഇപ്പോൾ അൻവർ പറയുന്നത് അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ തന്നെയാണെന്നാണ്, പോലീസിൻ്റെ തലപ്പത്ത് തന്നെയാണ് എന്നാണ്. അതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് ആവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ഗൂഢസംഘം നമ്മുടെ പോലീസിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഭരണത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നല്ലേ അൻവർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആരും മിണ്ടുന്നില്ലല്ലോ. ഇവിടെ പ്രതികരിക്കേണ്ട ആളുകൾ പോലും അക്ഷരം മിണ്ടുന്നില്ല. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, അദ്ദേഹത്തിന് താഴെയുള്ള ആളുകൾ പറയുന്നില്ല, ഹോം സെക്രട്ടറി പറയുന്നില്ല, DGP പറയുന്നില്ല, ഈ കുറ്റാരോപിതനായ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ പോലും അദ്ദേഹവും പറയുന്നില്ല. അതെ. അപ്പോൾ പിന്നെ ഇവിടെ നടക്കുന്നത് എന്താണ്? അവർക്ക് പോലും ഡിഫെൻഡ് ചെയ്യാൻ അതിൽ ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോഴത്തെ അധികാര സ്ട്രക്ചർ തന്നെ നോക്കൂ. ഇപ്പോൾ DGP ഉണ്ട്, പക്ഷേ DGP എന്നുള്ളത് ആലങ്കാരിക പദവി മാത്രമായിരിക്കുന്നു. ഈ ADGP ആണ് മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് ആരോപണം വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് താഴെ P ശശി, MR അജിത് കുമാർ, ഈ കോംബോ ഇതാ ഇത്രയും കാലം പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോൾ ആ കോമ്പിനേഷനെതിരെ CPM-ന്റെ തന്നെ ഒരു MLA, ഇവർ മാഫിയ സിൻഡിക്കേറ്റ് ആണ്, അദ്ദേഹം മുഖ്യമന്ത്രിയെയും P ശശിയെയും തൊടുന്നില്ലെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടറായിട്ടുള്ള ഇദ്ദേഹത്തെ MR അജിത് കുമാറിനെ പിടിക്കുന്നു, ഇയാൾ ക്രിമിനൽ സിൻഡിക്കേറ്റ് നടത്തുകയാണെന്ന് ആരോപിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരു പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് രാഷ്ട്രീയമായി താങ്കൾ മനസ്സിലാക്കുന്നത്? ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഒരു ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ പോലീസ് വിഭാഗത്തിൽ നടക്കുന്നു എന്ന് തന്നെ വേണം. കാരണം അവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവരാണ് നിയന്ത്രണം കൊടുക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ഔദാര്യത്തോടു കൂടി, സൗജന്യത്തോടു കൂടിയാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നത്. അതാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മേളിലാണ്, പൊട്ടിത്തെറിക്കുന്നത് എപ്പോൾ എന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു അൻവറിലൂടെ. തീർച്ചയായും ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു, മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നു.
ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പ് ഒരിക്കൽ UDF സർക്കാരിന്റെ കാലത്ത് അന്നത്തെ UDF കൺവീനർ PP തങ്കച്ചന്റെ അഭിമുഖത്തിൽ ഇത് പറയുന്നുണ്ട്. ഒരു പക്ഷേ നടപ്പ് രീതിയായിരിക്കാം. പക്ഷേ ഇവിടെ ഫോൺ ചോർത്തൽ അതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക്, ഫോൺ ചോർത്തിയ ആളുകളുടെ നീക്കങ്ങൾ അറിഞ്ഞ് രാഷ്ട്രീയമായ നീക്കങ്ങൾക്ക് മാത്രമല്ല അതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്കും പോകുന്നു എന്നാണ് ഈ ഭരണകക്ഷി MLA തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഫോൺ ചോർത്തുന്നതിന് വേണ്ടി ഒരു അധികാരം പോലീസ് ആക്ട് അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ല. ഫോൺ ചോർത്തണമെന്ന് വരിക ചില ക്രിമിനൽ ആക്ടിവിറ്റി തടയുന്നതിന് വേണ്ടി വിവരങ്ങൾ സംഭരിക്കേണ്ടി വരും. ആ വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോൺ ചോർത്താൻ ഔദ്യോഗികമായി തീരുമാനിച്ചാൽ അതിന് ചില പെർമിഷൻസ് കൊടുക്കണം. സ്വാഭാവികമായിട്ടും DIGയിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ റിക്വസ്റ്റ് ചെയ്യണം. ആ റിക്വസ്റ്റ് ഹോം സെക്രട്ടറിക്ക് കൊടുക്കണം. ഹോം സെക്രട്ടറി അത് അനുവദിക്കണം. ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രം നിശ്ചിതമായ കാലഘട്ടത്തിലേക്ക് ചോർത്താൻ പറ്റും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് അതല്ല. ഇവിടെ മന്ത്രിമാരുടെ പോലും ഫോൺ ചോർത്തുന്നു എന്ന് പറയുകയാണ്. അവരുടെ എല്ലാ രഹസ്യമായ നീക്കങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നു എന്ന് പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആർക്കും സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷമാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഇവർക്കൊക്കെ തന്നെയാണ്. തീർച്ചയായും. ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്റ്റേറ്റിന്റെ ഭാഗമായി ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകാം. പക്ഷേ ഇത് ഡീപ് സ്റ്റേറ്റ് എന്നുള്ളതിനപ്പുറത്ത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ടാവുന്നു, അധികാരം കേന്ദ്രീകരിക്കുന്നു, ആ അധികാരം ഉപയോഗിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, എതിർക്കുന്ന ആളുകളെ കൊന്നുകളയുന്നു എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. കൊന്നതിന് തെളിവുണ്ട് എന്ന് PV അൻവർ എന്ന MLA പറയുകയാണ്. സ്വർണം പൊട്ടിച്ച് കള്ളക്കടത്ത് നടന്നു. ഒരു SP-യുടെ ഓഡിയോ താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ. സംസ്ഥാന പോലീസിൽ സൂപ്രണ്ട് റാങ്കിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ADGPയെ കുറിച്ച്, അവിടെ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവരുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചൊക്കെ തുറന്നു പറയാണ്. താമിർ ജിഫ്രി എന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ലോക്കപ്പിൽ കൊല്ലപ്പെട്ടത് എന്നതിനെക്കുറിച്ച് SP തന്നെ പറയുന്ന ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഫോണിലെങ്കിലും രഹസ്യം പറയുമ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അവരുടെ കൺമുമ്പിലൊരു ക്രിമിനൽ ആക്ടിവിറ്റി കണ്ടാൽ അവർക്ക് കണ്ണടക്കിയല്ലാതെ വേറെ മാർഗമില്ല. IPC വ്യവസ്ഥ അനുസരിച്ച് കേസുമായി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പ്രബലന്മാരായ ഒരാളിനെ കൈവിലങ്ങ് വെക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒരുപറ്റം ആളുകൾ ഇങ്ങനെ കയറൂരി നടക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യാമെന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതുപോലെ സത്യം പറഞ്ഞാൽ കൈവിട്ട ഒരു ഏർപ്പാട് കേരള സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതായി എനിക്കറിയുകയില്ല. ഈ കാര്യത്തിൽ അന്വേഷണം വേണ്ടേ ശ്രീ തിരുവഞ്ചൂർ? വളരെ ഗുരുതരമായ ആരോപണങ്ങൾ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന രണ്ടാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയരുകയാണ്. ഇതിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളും മറ്റുമൊക്കെ ആരോപിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ നടന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനം നിയമപാലകന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട്, കാക്കിയിട്ടുകൊണ്ട് ഇത്രയും ക്രിമിനൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? അതോ അൻവർ വെറുതെ ഇതിങ്ങനെ ആരോപിക്കുന്നതാണോ? ഇത് പൊതുസമൂഹത്തിന് അറിയണമല്ലോ, നമ്മുടെ കേരളത്തിന് അറിയണമല്ലോ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം അന്വേഷണം ആവശ്യപ്പെടുമോ? ഇവിടെ പ്രതിപക്ഷ ഭരണകക്ഷിയുടെ പ്രശ്നമല്ല, കേരളത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഇപ്പോഴിതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ഈ കേരളത്തിൽ നടക്കുകയാണെന്നുവരികിൽ നമുക്ക് കേരളത്തിൽ ആർക്കാ സുരക്ഷിതത്വം? ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലല്ലോ. എല്ലാവരും ഗൺ പോയിന്റിൽ നിൽക്കുകയാണ്. ആരെപ്പോൾ വെടിയേറ്റ് വീഴും എന്നറിയത്തില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ അൻവർ തന്നെ ചില ഉദാഹരണങ്ങൾ പറയുകയല്ലേ. അദ്ദേഹം ആവർത്തിക്കുന്ന ഈ ഉദാഹരണത്തിന് ഗവൺമെൻറ് എന്താ മറുപടി പറയാൻ പോകുന്നത്? ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് വരികിൽ കേരളത്തിൻ്റെ സുരക്ഷിതത്വം എവിടെ? കേരളത്തിൻ്റെ നിയമസമാധാന പാലനം എവിടെ? എല്ലാം തകർന്ന് മണ്ണടിഞ്ഞിരിക്കുകയാണ്. ഒന്നോ രണ്ടോ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കേരള പോലീസിനെ കൊണ്ടുപോകുന്നു എന്നാണ് ശ്രീ അൻവറിൻ്റെ വിശദീകരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. ഇപ്പോൾ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ മന്ത്രിസഭയിൽ വിമത പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ള മന്ത്രിമാർ ആരുമില്ല എന്ന് മാത്രമല്ല, 99 MLA-മാരുടെ പിന്തുണയുള്ള സർക്കാരാണ്, സ്റ്റേബിളായ സർക്കാരാണ്. സർക്കാരിനെ ആരെങ്കിലും വീഴ്ത്തുമോ എന്ന സംശയത്തിന് ഇടയില്ല. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉൾപാർട്ടി രാഷ്ട്രീയം സംഘടിപ്പിക്കാൻ ശേഷിയുള്ള ആരും ഇപ്പോഴില്ല. എന്നിട്ടും ഈ മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്തുന്നത് എന്തിനായിരിക്കും? പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാവരെയും ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ആരും സുരക്ഷിതരല്ല എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. എല്ലാവരുടെയും മേളിൽ ഒരു സർവൈലൻസ് നടക്കുന്നു എന്നുള്ള ചിന്തയുണ്ടാക്കുകയാണ്. ഭയപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വികാരം. ആ ഭയപ്പാടിന് കീഴടങ്ങിയിരിക്കണം എന്നുള്ള മെസ്സേജാണ് അതിലിവിടെ വരുന്നത്. അതിൻ്റെ എത്രയോ സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കേരളം സുരക്ഷിതമല്ലാത്ത ഒരു സംസ്ഥാനമായി മാറി. കേരളം യഥാർത്ഥത്തിൽ ക്രിമിനലുകളുടെ നാടായി മാറിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം.
തീർച്ചയായും മുൻ ആഭ്യന്തരമന്ത്രിയാണ് ഇത് പറയുന്നത്. നമ്മുടെ സംസ്ഥാന പോലീസ് സംവിധാനത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. ബിഗ് ബ്രദർ ഈസ് വാച്ചിങ്. എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മാധ്യമപ്രവർത്തകരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രീയ പ്രവർത്തകരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഇത്ര ഇൻസെക്യൂരിറ്റി? ആർക്ക് വേണ്ടിയിട്ടാണ് നിരീക്ഷണം? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോൺ ചോർത്തൽ? ഇതൊക്കെ അറിയാനിരിക്കുന്നുള്ളൂ. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കളുടെ പരിമിതമായ സമയത്തും ഞങ്ങളോട് സംസാരിച്ചതിന്.